ന്യൂക്ലിയേറ്റേഴ്സിന്റെ പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചത് എവിടെയായിരുന്നു? പ്ലസ് വണ്ണിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ മാറ്റർ എന്താണ്, മാറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാറ്റർ ഏതാണ്, SI യൂണിറ്റ് ഏതാണ്, ഇത്രയാണ് നമ്മൾ പഠിപ്പിച്ചു നിർത്തിയത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ഇവിടെ 5 ലോ നമുക്ക് മൊത്തം പഠിക്കാനുണ്ട്. ഇമ്പോർട്ടന്റ് ലോസ് ആണ് മൊത്തം. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ലോ ആണ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് ലവോസിയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറയാണ് ദ ലോ ഓഫ് കൺസർവേഷൻ മാസ് സ്റ്റേറ്റ്സ് ദാറ്റ് the total mass of the reactant is equal to the total mass of the product in a chemical reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ കൺസിഡർ ചെയ്താൽ അവിടെ റിയാക്ടന്റിന്റെ മാസും പ്രൊഡക്റ്റിന്റെ മാസും ഈക്വൽ ആയിരിക്കും. നമ്മളൊരു എക്സാമ്പിളിലേക്ക് പോകാം. ഉദാഹരണം പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ വിചാരിക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുകയാണ്. ഇത് കത്തുകട്ട ചെയ്യുന്നത്, കാർബൺ ഓക്സിജൻ പ്രസൻസിൽ കത്തുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, കാർബണിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്, 12 ഗ്രാം ആണ്. ഓക്സിജൻ എത്രയാണ്? ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ 16 ആണ്. അങ്ങനെയാണെങ്കിൽ O2 മോളിക്യൂളിന്റെ എത്രയായിരിക്കും? അത് 16 പ്ലസ് 16 32 ഗ്രാം ആയിരിക്കും അല്ലെ? 32 ഗ്രാം. അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 44 ഗ്രാം ഓഫ് റിയാക്ടന്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തു. ഇനി നമ്മൾ പ്രൊഡക്റ്റിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്കറിയാം കാർബണിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 പ്ലസ് ഓക്സിജന്റെ O2ന്റെ എത്രയാണ്? 32. ഇവിടെ നമുക്ക് എത്ര കിട്ടി? ടോട്ടൽ എന്ന് പറയുന്നത് 44 ഗ്രാം കിട്ടി. അതായത് ഈ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവിടെ റിയാക്ടന്റിന്റെ മാസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ മാസും എങ്ങനെയായിട്ട് കാണപ്പെടുന്നു? ഈക്വൽ ആയിട്ട് കാണപ്പെടുന്നു. അത് തന്നെയാണ് ഈ ലോ പറയുന്നത്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ the mass of the reactant is equal to mass of the product. Therefore, this law is called law of conservation of mass. Okay, അല്ലേ? അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ലോ ആണ് ദ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഈ ലോ പ്രൊപ്പോസ് ചെയ്തത് ജോസഫ് റോസ്റ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറയാണ് the same compound always contain the same element that is combined together a fixed ratio by mass. Okay, അതെന്താണ് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോവാണ് ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രിപ്പറേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പല രീതിയിലുണ്ടാകും. കുറച്ചു മുന്നേ നമ്മൾ എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞതാണ്. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. വേറൊരു ഇതാണ് കാൽസ്യം കാർബണേറ്റ്, എനി കാർബണേറ്റ് ഓർ ബൈകാർബണേറ്റ്. ഓക്കെ, ഹീറ്റ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഈ രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്തപ്പോഴും ഈ രണ്ട് കാർബൺ ഡൈ ഓക്സൈഡിലും എലമെന്റിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. അത് തന്നെ ഈ ലോയിൽ ആദ്യം പറയുന്നത് ദ സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. ഇവിടെ നോക്കി, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് എന്ന് പറയുന്നത് 12 ഗ്രാം ആണ്. ഓക്സിജന്റെ എത്രയാണ് ഇവിടെ? 16 പ്ലസ് 16 32 ഗ്രാം ആണ്. ഇവിടെ വരുമ്പോഴും എങ്ങനെയാണ്? 12 ആണ്, 32 ആണ്. ഇത് നമ്മൾ റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ 12:32 ദാറ്റ് ഈസ് ഈക്വൽ ടു 3:8 അല്ലേ? അതിന് മാറ്റമുണ്ടോ? രണ്ട് കേസിലും മാറ്റമുണ്ടോ? ഇല്ല. അവ കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എപ്പോഴും അവ തമ്മിൽ എന്ത് കാണിക്കും? ഒരു ഫിക്സ്ഡ് റേഷ്യോ കാണിക്കും. എന്തിന്റെ കേസില്? അവ തമ്മിലുള്ള മാസിന്റെ കേസിൽ. അതാണ് ഈ ലോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലോ ഒന്നുകൂടെ നോക്കാം. ദ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ് അല്ലെ? ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ അവിടെ എലമെന്റുകൾക്ക് മാറ്റം ഉണ്ടാവുകയില്ല, എപ്പോഴും അത് സെയിം എലമെന്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് കമ്പൈൻഡ് ടുഗദർ ബൈ സെയിം പ്രൊപ്പോർഷൻ ബൈ മാസ്. അവിടെ കമ്പൈൻ ചെയ്യുന്നത് അവരുടെ മാസിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? ഒരേ പ്രൊപ്പോർഷനിൽ ആയിരിക്കും. കിട്ടിയോ? ദിസ് ലോ ഈസ് കോൾഡ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് സജസ്റ്റ് ചെയ്ത ആള് ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് സജസ്റ്റ് ചെയ്തത്. അദ്ദേഹം പറയാണ് when element combine to form more than one compound
the different mass of the one compound combined with the fixed mass of the other element bear a simple volume ratio to one another. നമുക്കിത് ഒരു എക്സാമ്പിൾ കാണിച്ചു തരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് കാര്യം പിടികിട്ടി വരും. എക്സാമ്പിളിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ നോക്കി അദ്ദേഹം പറയാണ്, രണ്ട് റിയാക്ടന്റുകൾ കൂടി ചേർന്ന് ഒന്നിലധികം കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മൾ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യാനൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യാനൊരു സാധ്യതയുണ്ട്. രണ്ട് പോസിബിലിറ്റിയാണ്. ഇത് ഹൈ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സും ഇത് ലോ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സുമാണ്. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. ഇവിടെ നോക്കൂ, ഇവിടെ ഓക്സിജൻ 2 ഉണ്ട്, ഇവിടെ ഓക്സിജൻ എത്രണ്ണേ ഉള്ളൂ? ഒരേ ഒരു ഓക്സിജനേ ഉള്ളൂ. അപ്പൊ നമ്മളത് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവിടെ ഒരു ഹാഫ് എന്ന് കൊടുക്കും. അപ്പൊ ഹാഫ് O2 എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ. അപ്പൊ ഈ ഇക്വേഷൻ ഏകദേശം എന്തായി? ബാലൻസ് ആയി. ഇവിടെ നമുക്ക് മനസ്സിലാവും, ഇവിടെ കാർബണിന്റെ മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ കാർബണിന്റെ മാസ് എത്രയാണ്? 12 ആണ്. ഇവിടെ ഓക്സിജന്റെ മാസ് O2വിന്റേത് 32, അതായത് 32. എന്നാൽ ഹാഫ് O2വിന്റേത് എത്രയായിരിക്കും? 16 ഗ്രാം ആയിരിക്കും. ഇവിടെ O2വിന്റെ എത്രയായിരിക്കും? ഇവിടെ 32 ഗ്രാം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ലോ പറയുന്നത് ഇങ്ങനെയാണ്, the same molecule combined to form more than one compound. The same molecule combine ചെയ്ത് രണ്ടിൽ കൂടുതൽ അല്ല ഒന്നോ അതിലധികമോ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ദ ഫിക്സ്ഡ് മാസ് ഓഫ് ദി വൺ എലമെന്റ്, ഇവിടെ നോക്കി, ഇവിടെ കാർബൺ എന്താണ്? ഫിക്സ്ഡ് മാസ് ആണ്. വൺ എലമെന്റ് കമ്പൈൻഡ് വിത്ത് ഡിഫറെന്റ് മാസ് ഓഫ് ദി അതർ എലമെന്റ്. ഡിഫറെന്റ് മാസ് ഉള്ള മറ്റൊരെണ്ണത്തോട് കൂടി ചേരുമ്പോൾ മറ്റേതിന്റെ റേഷ്യോ, അതായത് കൂടി ചേരുന്ന ഫിക്സ്ഡ് മാസ് അല്ലാത്തതിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും പറയുന്നത്? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയില് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ ലോനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഈ ലോ എന്ന് പറഞ്ഞേ, when two compound combine to form more than one compound, the fixed mass of the one element combined with the different mass of the other element bear a simple whole number ratio to one another. ഈ ലോനെ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നമ്മുടെ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് സജസ്റ്റ് ചെയ്തതെന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ലോയാണ് ഗേ-ലുസാക്ക് ലോ. ഈ ലോ പറയുന്നത് നമുക്ക് നോക്കാം. The simple whole number ratio exists between the volume of the reactant and volume of the product at constant temperature and pressure. നമുക്ക് ഒരു ഇക്വേഷനിലേക്ക് കിടക്കാം, എന്നിട്ട് അത് വിശദീകരിച്ചു തരാം. ഇപ്പൊ ഞാൻ രണ്ട് ഗ്യാസ് എടുക്കുകയാണ്. ഒന്ന് ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസും രണ്ട് ക്ലോറിൻ എന്ന് പറയുന്ന ഗ്യാസും. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? HCl എന്ന് പറയുന്ന മറ്റൊരു ഗ്യാസ് കിട്ടും. ഇത് ബാലൻസ് ചെയ്യാണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 2HCl ആയിരിക്കും വരിക. നോക്ക്, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, 2 ക്ലോറിൻ ഉണ്ട്. നമുക്ക് 2 ഗ്യാസുകൾ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ഗ്യാസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇത് 1 മോൾ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ എടുക്കുന്നു, അല്ലെങ്കിൽ 1 എടുക്കുന്നു. വോളിയം 1 എടുക്കുന്നു. അതായത് ഗ്യാസ് ആയ കാരണം അത് 1 ലിറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ക്ലോറിന്റെ വോളിയം എന്തെന്ന് എടുക്കുന്നു? 1 എടുക്കുന്നു. കാരണം 1 അല്ലേ? ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. എന്നാൽ ഇവിടെ 1 ആണോ? അല്ല. ഇവിടെ വോളിയം എത്രയാണ്? 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോ നോക്കിയേ, ഇതെന്താണ്? ഇവിടെ നമ്മൾ റേഷ്യോ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1:2 എന്ന് കിട്ടും റേഷ്യോ. അത് തന്നെയാണ് ഈ ലോ പറയുക. എ സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദ റിയാക്ടന്റ് ആൻഡ് വോളിയം ഓഫ് ദി പ്രൊഡക്റ്റ്. കണ്ടീഷൻ എന്താ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദിസ് ലോ ഈസ് കോൾഡ് ഗേ-ലുസാക്ക് ലോ. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും റിയാക്ടന്റിന്റെ വോളിയവും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ വോളിയവും എന്ത് കാണിക്കുന്നു? ഒരു സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ കാണിക്കുന്നു. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഗേ-ലുസാക്ക് ലോ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ലോയാണ് അവഗാഡ്രോസ് ലോ. എന്താ അവഗാഡ്രോസ് ലോ പറയുക? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അല്ലേ? എന്താ പറയുന്നത്? അവിടെ കണ്ടീഷൻ എന്താ പറയുന്നത്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഈക്വൽ വോളിയം ഓഫ്
ഗ്യാസസ് കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പൊ ഞാൻ രണ്ട് ഗ്യാസ് എടുക്കുകയാണ്. അതായത് ഹൈഡ്രജൻ ഗ്യാസിനെ എടുക്കുന്നു, ഓക്സിജൻ ഗ്യാസിനെ എടുക്കുന്നു. രണ്ടിന്റെയും വോളിയം എന്തായിട്ട് എടുക്കുന്നു? സെയിം ആയിട്ട് എടുക്കുന്നു. രണ്ടിന്റെയും വോളിയം സെയിം. കണ്ടീഷൻ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, പ്രഷർ, പിന്നെന്താണ്? സെയിം വോളിയം. അപ്പം അവഗാഡ്രോ പറയുന്നത് എന്താ? അങ്ങനെ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം. This law states that at a constant temperature and pressure, equal volume of all gases contain equal number of molecules. Equal number of molecules. Okay അല്ലേ? ഈ ലോ വിളിക്കുന്നവരാണ് അവഗാഡ്രോസ് ലോ. ഈ ഒരു ലോയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കാർബൺ ആൻഡ് ഓക്സിജൻ കമ്പൈൻ ടു ഫോം കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. Which law of chemical combination governs their formation? States the law. Okay, ഇവിടെ പറയാണ് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു. ഏത് ലോയാണ് ഈ കോമ്പിനേഷന് പിന്നിൽ? ആ ലോ ഏതാണെന്ന് വെച്ചാൽ എഴുതുക, നമ്മളിലേക്ക് സമർപ്പിക്കുക. ആ ലോ ഏതാണെന്ന് വെച്ചാൽ സമർപ്പിക്കുക. അതാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളത് പഠിച്ചതാണ്. ഏതാണല്ലോ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അല്ലെ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് അതിന്റെ ആൻസർ. അപ്പൊ ഓർക്കുക, ഇത്രയും ലോ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോ ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എന്താ പറയുക? വെൻ ടു എലമെന്റ് കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ ഫിക്സ്ഡ് മാസ് ഓഫ് ദി one compound combined with the different mass of the other compound we are to a single whole number ratio by mass. ഓർക്കണം, മറക്കരുത്. വെരി ഇമ്പോർട്ടന്റ് ലോ ആണ്, മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച 5 ലോസ് പഠിച്ചു കഴിഞ്ഞു. അപ്പം നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി.